ജയറാമിനൊപ്പം E4 എലിഫന്റിന്റെ അരങ്ങിലെത്തുവാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിലാണ് ഈ 5 കൊമ്പന്മാർ. ഭാഗ്യം എന്ന് പറയുന്നത് ഇതാണ്. വില്ലാളി വീരന്മാരും വീരശൂര പരാക്രമികളുമായി എത്രയെത്ര ആനകളാണ് ഈ കേരളത്തിലുള്ളത്. പത്മശ്രീ ജയറാമുമൊത്ത് ഒരു കോമ്പിനേഷൻ സീനിൽ അഭിനയിക്കണമെന്നാവശ്യപ്പെട്ടാൽ അവരിൽ എത്ര പേർ വേണമെങ്കിലും പാഞ്ഞു വരും. ഏക്കമൊന്നും വാങ്ങാതെ സന്തോഷത്തോടെ വന്ന് അഭിനയിച്ചിട്ട് മടങ്ങും. അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനുള്ള സമയവും സാവകാശവും വരുമ്പോൾ അവർ അറിയണമെന്നില്ല. അറിഞ്ഞാൽ തന്നെ എത്തുവാൻ കഴിയുന്ന ദൂരത്തിൽ ആകണമെന്നുമില്ല. അതാണ് നേരത്തെ സൂചിപ്പിച്ച ഭാഗ്യം. ആ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഇവർ. കണ്ടില്ലേ ഈ നിൽപ്പും മട്ടും. കൊച്ചിൻ ടസ്കേഴ്സ് തലകുത്തി വീണെങ്കിലും ഈ കൊമ്പന്മാർ തലയെടുപ്പോടെ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇവരുടെ അടുത്തേക്ക് ചെല്ലാം. ഓരോരുത്തരെയും വിശദമായി ഒന്ന് പരിചയപ്പെടാം. ജയറാമും ജയരാജ് വാര്യരും പിന്നെ നല്ലൊരു മഴയും കൂടിയുണ്ട് കൂട്ടിന്. വരിയിൽ ഒന്നാമതായി നിൽക്കുന്നത് ഇപ്പോൾ തൊടുപുഴക്കാരനായ തൂഫാൻ ശ്രീകുട്ടനാണ്. ആസാം സ്വദേശിയായ ഇവനിപ്പോൾ തൊടുപുഴയിലെ പ്രസിദ്ധ വ്യാപാരിയായ തോമസിൻ്റെ സംരക്ഷണയിലാണ് കഴിയുന്നത്. ഇവൻ ആസാമിൽ നിന്ന് കൊല്ലം വഴി പിന്നെ മട്ടാഞ്ചേരിയിലും അവിടെ നിന്ന് തൊടുപുഴയിലും എത്തുകയായിരുന്നു. തോമസിൻ്റെ ഭാഗ്യങ്ങളിൽ ഒന്നാണ് ഈ ഇരുണ്ട പ്രകൃതക്കാരൻ. ഈ ആനയുടെ പേര് തൂഫാൻ ശ്രീകുട്ടൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ആനയുടെ മദഗിരിയെ കുറിച്ചൊക്കെ. അതെ കണ്ടോ, ഈ ഭാഗത്തുള്ള മദഗിരി കണ്ടില്ലേ ആനയുടെ. അതെ. പിന്നെ കണ്ണിന് എന്തോ ഒരു പ്രത്യേകത പറയില്ലേ, തേനരി പൂവ്. മദഗിരിയുടെ കളറ് പറയും, മണല് വാരി എറിഞ്ഞ പോലെ വേണം. നമുക്ക് നടക്കാം. ഓരോ നമ്മുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടാം. പിന്നെ അതെ, ഊക്കൻ കുഞ്ചു. അതെ, ഇത് ചാലക്കുടി ഭാഗത്തുള്ള സോമിൽസ് ഇല്ലേ അവരുടെ. രണ്ടാമതായി നിൽക്കുന്നത് നമ്മുടെ ഊക്കൻ കുഞ്ചുവാണ്. നമ്മുടെ എന്ന് പ്രത്യേകം പറഞ്ഞത് ഇവൻ നമ്മുടെ പ്രേക്ഷകർക്ക് അപരിചിതനല്ലാത്തത് കൊണ്ടാണ്. ഇവനും മഴക്കാടുകളുടെ ദേശമായ ആസാമിൽ നിന്നാണ് കേരളത്തിൻ്റെ മണ്ണിലേക്ക് വരുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ പ്രായം 10, ഇപ്പോൾ 21 കിടക്കുന്നു. തൃശ്ശൂരിലെ ഊക്കൻസ് കുടുംബത്തിൻ്റെ അലങ്കാരമാണിവൻ. കണ്ടാൽ ആരും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയില്ലെങ്കിലും ഇവനൊരു ഒറ്റക്കൊമ്പനാണ്. ചാലക്കുടിയിൽ വെച്ച് ഒരു വാഹനാപകടത്തിൽ ഒരു കൊമ്പ് നഷ്ടപ്പെടുകയായിരുന്നു. ഊക്കൻസ് കുടുംബത്തിൽ കുതിരകൾക്കും പട്ടികൾക്കുമൊപ്പം സന്തോഷത്തോടെ വസിക്കുകയാണ് ഇവൻ. ക്യാമറയും മറ്റു സന്നാഹങ്ങളുമൊന്നും സത്യത്തിൽ ഈ ഊക്കൻസ് കുഞ്ചുവിന് പുത്തരിയല്ല. ഇന്ത്യയിലെ മികച്ച സംവിധായകരിൽ ഒരാളായ മണിരത്നത്തിൻ്റെ രാവണൻ സിനിമയിൽ ഇവൻ അഭിനയിച്ചിട്ടുണ്ട്. സാക്ഷാൽ ഐശ്വര്യ റായിയുമൊത്തുള്ള അഭിനയം തകർത്തതിൻ്റെ ഗമയൊന്നും എന്നാൽ ഈ മുഖത്ത് കളിയാടാറില്ല. തുളുമ്പാത്ത നിറകുടമാണിവൻ. പശുക്കൾക്കൊപ്പം ഊക്കൻസ് തറവാട്ടിൽ മേഞ്ഞു നടക്കാറുള്ള ഇവൻ നല്ലൊരു ഭക്ഷണപ്രിയൻ കൂടിയാണ്. ഒറ്റക്കൊമ്പനാണെന്ന് പറഞ്ഞ് ആരും മാറ്റി നിർത്തേണ്ട കേട്ടോ. ഈ കൊമ്പ് കൊണ്ടും ഇവൻ തടി പിടിക്കും. 10 അടിയോളം ഉയരമുള്ള ഇവൻ ഏത് ഉത്സവപ്പറമ്പിലും തൻ്റെ സാന്നിധ്യം തലപ്പൊക്കം കൊണ്ട് വിളിച്ചറിയിക്കും. തേൻകണ്ണുകളും ഉയർന്ന മസ്തകവും നല്ല വാലിറക്കവും കനമുള്ള തുമ്പിയുമെല്ലാം ഇവൻ്റെ സവിശേഷതകളാണ്. തൊടുപുഴയിലെ റൈഫിൾസ് ക്ലബ്ബിൽ തൃശ്ശൂരിൽ നിന്നും ഷൂട്ടിനായി എത്തുകയായിരുന്നു ഇവൻ. കുട്ടികളോടും മുതിർന്നവരോടും ഒരുപോലെ ഇണക്കമുള്ളവനാണ് ഊക്കൻസ് കുഞ്ചു. ഇവൻ്റെ ഉയരവും നിൽപ്പുമെല്ലാം ആസ്വദിച്ചുകൊണ്ട് ജയറാം പറയുന്ന കാര്യങ്ങൾ നമുക്കിനി കേൾക്കാം. കുഞ്ചു എന്ന് പറഞ്ഞ നേരത്തെ ഒരു ആന ഉണ്ടായിരുന്നു, അങ്ങനെ എന്തോ കേട്ടു. തീർച്ചയായിട്ടും ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടിരിക്കുന്നതാണ്. അവൻ്റെ ഒരു നിലവ് കണ്ടില്ലേ നിൽക്കുന്നത്. അവൻ കർണാടക ആനയാണെങ്കിലും കർണാടകത്തിനും കേരളത്തിനും ബോർഡർ അടുത്തായതുകൊണ്ട് കാടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്ന ആനയായിട്ട് നല്ല നാടനാനയുടെ ഭംഗിയാണ്.